ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം റമദാനൊക്കെ ആയിട്ട് എല്ലാവരും പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. ഇതൊരു ചായക്കട സ്പെഷ്യലാണിത്. ഇതൊരു മലബാർ സ്നാക്ക് കൂടെയാണ്. അപ്പം ചായക്കട സ്പെഷ്യൽ ആണെങ്കിൽ പോലും ഞങ്ങളുടെ സൈഡിലൊന്നും അങ്ങനെ ചായക്കടയിൽ ഇത് ഉണ്ടാവാറില്ല. കുഞ്ഞു കുഞ്ഞു ബേക്കറികളിൽ ഉണ്ട്. അപ്പം ഞാനിതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നാണ് കഴിച്ചിരിക്കുന്നത്. പിന്നീടാണ് വീട്ടിലുണ്ടാക്കാൻ തുടങ്ങിയത്. നല്ല ബേക്കറിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത്. നല്ല രുചിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്പം ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സ്നാക്കായിട്ട് കട്ടൻ ചായയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് കട്ടൻ ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അപ്പം അതേപോലത്തെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചായപാത്രത്തിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഈ ചായപാത്രത്തിലാണ് ഞാൻ പൊടി വാട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആ അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1.25 മുതൽ 1.5 കപ്പ് വരെ ആകാം, പിന്നെ നിങ്ങളുടെ അരിപ്പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. തിളച്ച് വരുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തിരിയുടെ മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് മാവ് കുഴച്ചെടുക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ്. നന്നായിട്ട് വെള്ളം തിളയ്ക്കട്ടെ. നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം പൊടിയിലേക്ക് ഇടുന്നത് ഇടിയപ്പത്തിനൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ പത്തിരിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക. ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം ആക്കാതെ പൊടി ചേർത്ത് കൊടുക്കരുത്. അല്ലെങ്കിൽ പൊടി മുഴുവൻ കൂടെ കട്ട പിടിച്ച് ആകെ വൃത്തികേടാവും. നമുക്ക് കറക്റ്റായിട്ട് പൊടി കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. തീരെ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം ഒരു കൈ കൊണ്ട് പൊടി ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതേപോലത്തെ സ്റ്റീൽ പാത്രം ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ കടായിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്പൂണുകളൊന്നും ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വുഡൻ്റെ തവി മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചായപാത്രത്തിൽ ആക്കിയത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം എല്ലായിടത്തേക്കും ആകുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പൊടി നന്നായിട്ട് വാടി കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലായിടവും വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത് ഇങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പൊടി ഒന്നുകൂടെ മാവ് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും തേങ്ങ വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. ചായക്കടയിലൊന്നും അങ്ങനെ ഒരുപാട് തേങ്ങ എടുക്കില്ല. 4 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 പിഞ്ച് പെരുംജീരകം. പെരുംജീരകം നിർബന്ധമില്ല, നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. 1/2 ടീസ്പൂൺ നല്ല ജീരകം മാത്രം ചേർത്താലും മതി. പക്ഷേ ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടുന്നത് പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് പൊട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് അരയണ്ട. ഈ ഒരു പരുവത്തിൽ ഇരിക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് സാധാരണ വെള്ളം ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പരന്ന ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ട്രേയിലേക്കോ നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. വാട്ടിയെടുത്ത പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയുള്ള പരന്ന പാത്രത്തിൽ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പുറമെ ക്രിസ്പി ആവാനും അകത്ത് നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മൈദാപ്പൊടിക്ക് പകരം പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പം ചായക്കടയിലൊക്കെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നമ്മൾ ആ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഇടയ്ക്കൊന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ മാവ് നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടതാണ് കരിഞ്ജീരകം. ബ്ലാക്ക് ജീര എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, കരിഞ്ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കരിഞ്ജീരകത്തിന് പകരം എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ചധികം സമയം എടുത്ത് തന്നെ കുഴയ്ക്കണം. ഞാനൊരു 7 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇതേപോലെ കുത്തുമ്പോൾ ഇതേപോലെ കുഴി വീഴണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട് നമ്മുടെ മാവ്. ഒന്നുകൂടെ ഒന്ന് ഉണ്ട ഉരുട്ടി വെക്കുക. ഇതിന് ശേഷം ഇത് പരത്തിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് അടുത്തത്. അത് ഞാൻ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ഇതിലിട്ട് പരത്തുന്നതിനേക്കാളും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് പരത്തുന്നതാണ് നല്ലത്. ആദ്യം കുറച്ച് മൈദയുടെ പൊടി ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് എടുത്ത് വെക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് പരത്തേണ്ടത്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണം എന്നില്ല കേട്ടോ. ഇതേപോലെ വലുതാക്കി തന്നെ നമുക്ക് പരത്തി കൊടുക്കുക. പുറമേ കൂടെ കുറച്ച് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് PVC പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പരത്തിയാൽ ഈസി ആയിട്ട് പരന്ന് കിട്ടും കേട്ടോ. എനിക്ക് PVC പൈപ്പ് കൊണ്ട് പരത്തുന്നതാണ് ഇഷ്ടം. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഇതേപോലെ കുറച്ച് വണ്ണമുള്ള പരത്തുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എനിക്ക് നാരോ ആയിട്ടുള്ള അത് ചെയ്യുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അത് വെച്ച് ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് വരാറില്ല. അപ്പോൾ ഇതേപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതാ ഇതിൻ്റെ അളവ് കണ്ടോ, ആ ഒരു തിക്നെസ് കണ്ടോ, ഇത്രയും ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ തിക്നെസ്. നിങ്ങൾ ഇപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ തിക്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഇതേപോലെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ബാലൻസ് വരുന്ന മാവാണെങ്കിലും നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് വീണ്ടും വീണ്ടും ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ മൊത്തം എനിക്കൊരു 13 എണ്ണം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അതിനുശേഷം പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനെല്ലാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഇട്ട് വറുക്കണ്ട. അങ്ങനെ ഒരുപാട് എണ്ണ ഇടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എണ്ണ കുറച്ചുകൊണ്ട് ഒരു 3-4 ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. ഇത് കുറച്ച് സമയം എടുത്ത് വേണം വറുക്കാനായിട്ട്. കാരണം കൂടുതൽ തീയിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതാണ് എൻ്റെ കറക്റ്റ് കളറ്. ഇതിപ്പം നമുക്ക് അകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ലോ ഫ്ലെയിമിലും ഇടരുത്, ഹൈ ഫ്ലെയിമിലും ഇടരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാനൊരു 4 ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം റമദാൻ്റെ ഈ സമയത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്ത ആൾക്കാരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. ചായയുടെ കൂടെ, ചായയുടെ മീൻസ് ഇതുപോലെ കട്ടൻ ചായയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇതാ മുറിച്ച് കാണിച്ചു തരാം ഞാൻ. അകത്ത് നല്ല വൈറ്റ് കളറിലിരിക്കുന്ന കണ്ടില്ലേ, ആ പുറമേ വന്നിരിക്കുന്ന ഒരു ലെയർ കണ്ടോ, ഇതേപോലൊരു ലെയർ വരണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ മൈദപ്പൊടി ചേർത്ത് കൊടുത്തില്ലേ, ആ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മൈദ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ടുപൊടി ചേർക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള പൊരിച്ച പത്തിരി തയ്യാറായിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്